ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പാർവതീസ് ബൈ പാർവതി മുരളീധരൻ. അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് റെസിപ്പിയാണ്. എല്ലാവരും ചമ്മന്തി കൂട്ടിയിട്ടുണ്ടാവുമല്ലോ, പലതരം ചമ്മന്തി. പക്ഷേ ഈ ചമ്മന്തി ആരും ഉപയോഗിച്ച് കാണില്ല. പുളിയില ഉപയോഗിച്ചൊരു ചമ്മന്തി, നമ്മൾ വാളൻ പുളിയുടെ ഇല ഉപയോഗിച്ച് ഒരു ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇലയാണത്. നമ്മൾ കാലുവേദനയ്ക്കും കാലിൻ്റെ നീര് മാറ്റാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ചമ്മന്തി ആരെങ്കിലും കൂട്ടിയിട്ടുണ്ടോ? അപ്പോൾ അതിനകത്ത് ഒരുപാട് കാൽസ്യം, അയൺ, പൊട്ടാസ്യം, ഡൈജഷന് സഹായിക്കുന്ന ഫൈബർ, ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഈ ഇലയെന്ന് പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചൊരു ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കൂട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ വലിയൊരു മരം കാണിച്ചു തരാം. പുളിമരമാണ്, നമ്മുടെ വാളൻ പുളി മരമാണ്. ഇനി ഇതിൻ്റെ ഇല നമുക്കിതിൻ്റെ നല്ല ഫ്രഷ് ലീവ്സ് കുറച്ച് ഇല അടർത്തിയെടുക്കാം. ഇതുകൊണ്ടാണ് നമ്മളിന്ന് ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാനിന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ഈ പുളിയില എന്ന് പറയുന്നത്. ഡൈജഷൻ ആണെങ്കിലും സഹായിക്കും. അതുപോലെ നമുക്കറിയാം ടാർട്ടാറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, അയൺ, പൊട്ടാസ്യം, ഇതെല്ലാം നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഇല. നമ്മൾ സാധാരണ ഇതിൻ്റെ പുളി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇല വെച്ച് നമുക്കൊന്ന് ചമ്മന്തി അരച്ച് നോക്കാം. അപ്പോൾ ഇല ഞാൻ നല്ല ഫ്രഷ് ഇല കുറച്ച് പറിച്ചെടുത്തു, നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി അത് മുരിങ്ങയില ഊരുന്നത് പോലെ തണ്ടിൽ നിന്നും ഇല ഒന്ന് ഊരിയെടുക്കുകയാണ്. അങ്ങനെ മുഴുവൻ ഊരിയെടുക്കുക. ഊരിയെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ, സാധാരണ ചമ്മന്തി അരയ്ക്കുന്ന പോലെ തന്നെ കുറച്ച് തേങ്ങ, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 2 ചുവന്നുള്ളി, പുളിയില, കല്ലുപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുത്ത ആ ചമ്മന്തി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സിയിൽ കല്ലേൽ അരച്ചൊരു രുചി കിട്ടാൻ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് നല്ല ചൂട് പച്ചച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ, നല്ല ചൂട് ചോറും ഇതും കൂടി കഴിക്കാൻ നല്ല രുചിയാണ്, ഹെൽത്തിയാണ്. കഴിച്ചു നോക്കൂ, ട്രൈ ചെയ്യൂ.